ധാരാവി വിസിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പോണ വെച്ചാൽ നമ്മളെ ക്യാപ്റ്റനും മാഫിയ എടുത്താണ് കേട്ടോ പോണേ. അപ്പം മാഫിയ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാ ഫാമിലിയും പിന്നെ പണിക്കാരെ ഫാമിലി എല്ലാവരും കൂട്ടിയാണ് പോണത് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ക്യാപ്റ്റനും എടുത്താണ് പോണേ. അപ്പം നേരെ ധാരാവിയിലേക്ക് പോവാം. ഏത് വണ്ടി ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഗൈസ്. കൊമ്പൻ്റെ ധാരാവിയിൽ മുഴുവൻ വണ്ടി ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ സർപ്രൈസ് ആക്കിയാണ് പോണേ. അവിടെ എത്തിയിട്ട് കാണാം. ഏതായാലും നമുക്ക് നേരെ വണ്ടി പോയി കയറിയേക്കാം. നേരെ വണ്ടി എടുക്കാം. അതാണ് വണ്ടിയിൽ വർക്കൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. കിടില വണ്ടിയാണ്. അപ്പം വണ്ടി എല്ലാ വണ്ടിയും കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം. അപ്പം ഞാൻ വിചാരിച്ച ദാവൂടി നാളെ വർക്കിനുണ്ട് ഗൈസ്. ദാവൂടി ഇറങ്ങിയിട്ട് പോകാനായിരുന്നു. പക്ഷേ നമ്മളെന്തൊരു ആവശ്യത്തിന് ഓജസ് വരെ പോകേണ്ടിയിരുന്നു. അപ്പോൾ സർപ്രൈസാണ്. നാളെ ഒരു ഓജസ് പോയി നാളെ ഒരു വണ്ടി എടുത്ത് 2 സർപ്രൈസ് വണ്ടികൾ ഞങ്ങൾ നിങ്ങൾക്ക് റീൽ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നാളെ കാണാൻ വണ്ടി കൊണ്ട് ഞങ്ങളൊക്കെ നാളെ ആയിക്കോട്ടെ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഓജസ് അല്ല ധാരാവി പോവാം. അങ്ങനെ ധാരാവിയിലേക്ക് കയറിയേക്കാണ് എത്തിയേക്കാണ്. വണ്ടി നേരെ ധാരാവിയിലൊക്കെ കയറിക്കല്ലേ. അപ്പം ധാരാവിയിലേക്ക് വണ്ടി നേരെ കയറ്റി ഇടുകയാണ്. എൻ്റെ മോനെ ധാരാവി ഇതാണ് ഇടക്കിടക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പം ഇവിടെ ഒരു വണ്ടി ഇല്ല, ഇപ്പം വരും. വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ ദീപു ചേട്ടൻ വിളിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം ദീപു ചേട്ടനെ വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഞാൻ വെറുതെ എസ്റ്റേറ്റ് അടിച്ച് വന്നുപോയി. എന്ത് ചെയ്യാനാണ്, ഒരു അസൈൻമെൻറ്റ്. നമ്മളെ ദാവൂദ് ചെറുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ദാവൂദാവാൻ പോണ ചെറുക്കൻ ഗൈസ്. വണ്ടി വർക്കിന് മിക്കവാറും A1 ഓട്ടോ ക്ലബിൽ കൊണ്ടുപോകാതെ ഗൈസ്. വണ്ടി അവിടെ ഇടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ മോനെ. ഇത് ATP എന്ത് ATP ഫുള്ള് കടുക്കുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യാത്ത വണ്ടിയാണ്. ഫുള്ളി സ്റ്റോക്കാണ്. വർക്കിന് കയറ്റാൻ പോണേ ഉള്ളൂ ഗൈസ്. അപ്പം വണ്ടി ഇതാണ് വൈബ് ഗൈസ്. വണ്ടി പ്രകാശത്ത് ഇറക്കി കൊണ്ടുവരാം വൈബാണ് ഗൈസ്. അപ്പം നമുക്ക് വണ്ടീൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ധാരാവിയിലേക്ക് കയറിയേക്കാണ് എത്തിയേക്കാണ്. വണ്ടി നേരെ ധാരാവിയിലൊക്കെ കയറിക്കല്ലേ. അപ്പം ധാരാവിയിലേക്ക് വണ്ടി നേരെ കയറ്റി ഇടുകയാണ്. എൻ്റെ മോനെ ധാരാവി ഇതാണ് ഇടക്കിടക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പം ഇവിടെ ഒരു വണ്ടി ഇല്ല, ഇപ്പം വരും. വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ ദീപു ചേട്ടൻ വിളിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം ദീപു ചേട്ടനെ വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഞാൻ വെറുതെ എസ്റ്റേറ്റ് അടിച്ച് വന്നുപോയി. എന്ത് ചെയ്യാനാണ്, ഒരു അസൈൻമെൻറ്റ്. ഇന്ന് ധാരാവി വിസിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പോണ വെച്ചാൽ നമ്മളെ ക്യാപ്റ്റനും മാഫിയ എടുത്താണ് കേട്ടോ പോണേ. അപ്പം മാഫിയ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാ ഫാമിലിയും പിന്നെ പണിക്കാരെ ഫാമിലി എല്ലാവരും കൂട്ടിയാണ് പോണത് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ ക്യാപ്റ്റനും എടുത്താണ് പോണേ. അപ്പം നേരെ ധാരാവിയിലേക്ക് പോവാം. ഏത് വണ്ടി ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഗൈസ്. കൊമ്പൻ്റെ ധാരാവിയിൽ മുഴുവൻ വണ്ടി ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ സർപ്രൈസ് ആക്കിയാണ് പോണേ. അവിടെ എത്തിയിട്ട് കാണാം. ഏതായാലും നമുക്ക് നേരെ വണ്ടി പോയി കയറിയേക്കാം. നേരെ വണ്ടി എടുക്കാം. അതാണ് വണ്ടിയിൽ വർക്കൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. കിടില വണ്ടിയാണ്. അപ്പം വണ്ടി എല്ലാ വണ്ടിയും കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച ദാവൂടി നാളെ വർക്കിനുണ്ട് ഗൈസ്. ദാവൂടി ഇറങ്ങിയിട്ട് പോകാനായിരുന്നു. പക്ഷേ നമ്മളെന്തൊരു ആവശ്യത്തിന് ഓഫീസ് വരെ പോകേണ്ടിയിരുന്നു. സർപ്രൈസാണ്. നാളെ ഒരു വണ്ടി എടുത്ത് ബോംബെ ഇവിടെ ചെറുക്കം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലീനപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളെ ബോംബെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബോംബെ ചെറുക്കൻ്റെ വീഡിയോ. അപ്പോൾ നമ്മളെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സീസാണ് ഒരക്ഷമില്ല. കിടില മുതൽ തന്നെയാണ് കേട്ടോ ഗൈസ്. ഈ ഒരു മുതൽ എന്ന് പറയുന്നത് വലിയ ബാക്കൊക്കെ വേറെ ലെവലാണ്. ഈ ഒരു വണ്ടിക്ക് എത്ര ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക് കമൻറ്റ് ചെയ്ത്.
നല്ല വണ്ടിയാണ്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, എത്ര ഫാൻ ബേസ് ഉണ്ട് നമുക്ക് നോക്കാം. വേറൊരു വലിയ വർക്കൊന്നും കഴിഞ്ഞില്ല ഗൈസ്, പുതിയ ഇറങ്ങിയ ചെറുക്കനല്ല ഗൈസ്. അതുകൊണ്ട് വലിയ വർക്കൊന്നും വണ്ടിയിൽ ഇറങ്ങിയില്ല. നെയിം ബോർഡിൻ്റെ പോലും സംഭവം ചെയ്തില്ല കേട്ടോ ഗൈസ്. നമുക്ക് വണ്ടിയൊക്കെ വർക്ക് ചെയ്ത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണാൻ വരുമോ വെച്ചാൽ ഗൈസ്. അപ്പം വണ്ടി അധികം വർക്കൊന്നും ചെയ്തില്ല. അപ്പോൾ എന്താണ് നമ്മളെ ചെറുക്കൻ്റെ ഫുൾ ബുക്ക്. പിന്നെ നമുക്ക് ബോംബ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, ഏതോ ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നമുക്ക് വണ്ടി കുറച്ച് നേരം കാത്തുനിന്നാണ്ട് ക്ലീനപ്പിന് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ക്ലീനപ്പല്ല, ക്ലീനാക്കി വരികയാണ് ഗൈസ്, ഒരു വർക്കും ഇല്ല ഗൈസ്. ഈ വണ്ടിയാണ് ക്ലീനപ്പിന് പോകാൻ പോകുന്നത് ഗൈസ്. ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ഇനി ക്ലീനപ്പിന് പോവാണ് ഗൈസ് വണ്ടി. നേരെ നമുക്ക് പോവാം. ഒരു ചേർക്കാൻ വന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നാണ് ഒരു ഗൈസ്. കാരണം വണ്ടിക്ക് ചെറിയൊരു വർക്കിന് പോയാണ്. എന്താ സംഭവം, വണ്ടി എന്തോ ട്രിപ്പ് ക്ലീനപ്പ് വന്നിട്ട് വണ്ടി ഒന്ന് ക്ലീനാക്കാൻ കൊണ്ടുപോയിരുന്നു ഗൈസ്. ഇപ്പം ചെറുക്കൻ ഞാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. വണ്ടിയിൽ ഫുൾ വർക്കാണ് ഗൈസ്. വണ്ടി ഫുൾ വർക്കും കഴിഞ്ഞില്ല, പുതിയ ഇറക്കിയ ചെറുക്കനല്ല ഗൈസ്. മറ്റു പഴയ ആകരി പോയില്ലേ ഗൈസ്. ബാക്കൊക്കെ ഗൈസ് ഇന്റീരിയർ. ഇനി നമുക്ക് അധോലോകം ചേർക്കാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഏതായാലും ഈ ബോംബെ എല്ലാ വർക്കും കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ. അപ്പം ബോംബെ എടുത്താണ്ടാണ് നമ്മൾ അധോലോകത്തിനെ കാണാൻ പോണേ. അപ്പം നേരെ നമുക്ക് ബോംബെ എടുത്ത് അധോലോകത്തിന് കാണാൻ പോകാം. ഇരിക്കാൻ പറഞ്ഞേ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മോനെ കൊമ്പനൊക്കെ ഓടിക്കുകയെന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവലനാണ്. വണ്ടി ഓടിക്കാൻ കിട്ടിയോ സീനനെ. നമുക്ക് നേരെ വണ്ടി ഇവിടുന്ന് ഷെഡിൽ നേരെ ഇറക്കിയിട്ട് ആഗോലില്ല ഇപ്പോൾ പോയെ ഗൈസ്. നമ്മൾ ആഗോലിപ്പോൾ ഇതിലങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ എടുക്കുമ്പോൾ തന്നെ ചാടിക്കൊണ്ടിട്ട് ഓരോരുത്തന്മാർ. അപ്പം നമ്മളെ വണ്ടി എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ അവിടെന്നാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞേക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ പോയി നോക്കിയേക്കാം ഗൈസ്. മോനെ ഈ സാധനം ഇൻറ്റീരിയറും പക്ക അടിപൊളി. അപ്പം വണ്ടിക്ക് എത്ര ഫാൻ ബേസ് ഉണ്ട് നോക്കാം ഗൈസ്, കമൻറ്റ് പ്ലീസ്. അപ്പോൾ നമുക്ക് നേരെ അധോലോകം ചെറുക്കനെ കാണാൻ പോകും. അധോലോകം ചെറുക്കൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി കാണാം. അപ്പോൾ വണ്ടി അതായത് ഷെഡിക്ക് നമ്മളോട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. എന്ത് ഭാഗ്യമുള്ള ഗൈസ്, 2 വണ്ടി കൊണ്ടുപോകാൻ്റെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഫുൾ ലൈറ്റ് ആൻഡ് സെറ്റപ്പിലാണ് വണ്ടി കിടക്കുന്നത്. എനിക്ക് അടിയിൽ കൂടെ കൊണ്ടുവന്ന ആ ലൈറ്റ്, ഇതിൻ്റെ പേരെന്താ അറിയില്ല. അത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഗൈസ്. ആ ലൈറ്റ്, ഈ നെയിം ബോർഡിൽ വരുന്ന ലൈറ്റും ഒരു സാധനം കിട്ടും. സാധനം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ കിട്ടും. അപ്പോൾ അതിന് വണ്ടി നമുക്കൊന്ന് എടുക്കും, ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം ഗൈസ്. അങ്ങനെ ബോംബെ ഇവിടെ ഉണ്ട്. ബോംബെ അധോലോകം ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഏതായാലും ഷെഡ് കൊണ്ടുവരും. ഷെഡ് കൊണ്ടുവരാത്തതുകൊണ്ടായിരിക്കും കാണാൻ പോണേന്നുള്ളവരോട് പറഞ്ഞാണ്. എൻ്റെ ഏതായാലും ഷെഡിക്കാനാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവിടെ കൊണ്ട് തള്ളിയിട്ടല്ലോ വച്ചാണ് ചങ്ങനോട് നമ്മൾ ആഗ്രഹിക്കാൻ പോകുന്നുണ്ട്. എന്തോ ട്രിപ്പ് ഉണ്ട് തോന്നുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് പോവായിരിക്കും. അപ്പോൾ എല്ലാ വണ്ടി എടുത്താലും ഫോട്ടോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. അതിൽ വണ്ടി വന്നത് പാർക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങുകയാണ്. നമ്മളെ മച്ചാനെ അവിടെ കിടക്കുന്നുണ്ട് അധോലോകം, അതിലൊന്ന് പോയി കാണണം ഗൈസ്. അപ്പം നേരെ പോയി അവിടെ പോയി കാണാം എന്നിട്ട് ഗൈസ്. വണ്ടീൻ്റെ ക്യാബിൻ അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയർ സീൻ. അപ്പോൾ വീട് പൊക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അധികം വലിയ ഇതൊന്നും വെച്ചില്ല ഗൈസ്. ഇപ്പോൾ എല്ലാം ഉണ്ടായിരിക്കും, അധികം വലിയ സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യത്തിൽ വണ്ടിയിലുണ്ട് ഓൾറെഡി. അപ്പം ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ. അപ്പം നേരെ നമുക്ക് ഈ ഷെഡ് കൊണ്ടുവരാൻ പോകാൻ ഗൈസ്. അപ്പോൾ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും 2 വണ്ടി ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം വണ്ടിയല്ല എല്ലാ വണ്ടിയും നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയത്. പക്ഷേ ഷെഡിൽ ഇപ്പോൾ ഒരു വണ്ടി ഇല്ല, കാരണം ബോംബെ ഉണ്ടെന്ന്. പിന്നെ ആകെ ചെറിയ ട്രിപ്പ് വണ്ടി ഗൈസ് ഓടുന്നത്. പിന്നെ മറ്റേത് എന്തോ ഫോട്ടോഷൂട്ട് എന്തോ പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ബോംബെ വരുന്നുള്ളൂ. എല്ലാ വണ്ടിയും വെച്ചാണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആണ് ഗൈസ്, എന്നാലും നിങ്ങൾ പോയി കണ്ടുകൊണ്ടിട്ട് ഗൈസ്. അപ്പോൾ എത്രയുള്ള വീഡിയോ പഠിത്തിരിക്കുന്നത് ബായ്. തന്നെ നമ്മളാ ഒരു വേറെ സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയാണ്. ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ വണ്ടിക്ക് ഈ ഒരു ലുക്ക് വരികയാണ് തോന്നുന്നു. ഈ സാധനമല്ലേ
ഈ ലുക്കിന് വണ്ടി വേറെ ലെവലായിക്കോട്ടെ ഗൈസ്. ചില കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെയൊക്കെ മോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ.